വായോ കുന്നോളെ അമ്പലത്തിലുണ്ടായോ നല്ല പിക്കത്തു ഇല്ല ശരി വരാം. വാസുദേവ ഇന്ദ്രനീല മീനിയിൽ ചാർത്താം മിനിയവനൊരു മന്ദാരമാല കൃഷ്ണ ഹരേ വരമരുളനെ. അയ്യോ അയ്യോ വായോ തമ്പാച്ചനെ കണ്ടാലോ. ഇന്ന് നമ്മൾ എത്തിയേക്കുന്നത് ആമ്പല്ലൂർ അപ്പൻ എന്നറിയപ്പെടുന്ന ആമ്പല്ലൂർ ശ്രീകൃഷ്ണ മഹാദേവ ക്ഷേത്രത്തിലാണ്. ശ്രീകൃഷ്ണ മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നതിൽ ഒരു പ്രത്യേകത തന്നെയില്ലേ. മറ്റൊന്നല്ല പ്രത്യേകത, സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനും മഹാദേവനും തുല്യ പ്രാധാന്യമുള്ളത് കൊണ്ടാണ് ഈ ക്ഷേത്രം ശ്രീകൃഷ്ണ മഹാദേവ ക്ഷേത്രം എന്നറിയപ്പെടുന്നത്. കുഞ്ഞോളും പീക്കാച്ചും ഭഗവാനെ കാണാൻ എത്തിയിട്ടുണ്ട്. എന്നാൽ നമുക്ക് ക്ഷേത്ര വിശേഷങ്ങൾ കണ്ടാലോ. കിഴക്കോട്ട് ദർശനമായി ശ്രീകൃഷ്ണ ഭഗവാനെയും പടിഞ്ഞാട്ട് ദർശനമായി ശ്രീ മഹാദേവനെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. കൂടാതെ രാവിലെ 5:30 മുതൽ 9 മണി വരെയും സന്ധ്യയ്ക്ക് 5:30 മുതൽ 7 മണി വരെയാണ് ക്ഷേത്ര ദർശന സമയം. ഈ പഞ്ചേശ്വര ക്ഷേത്ര ദർശനത്തിലൂടെ വിഘ്നേശ്വരനും ബാലമുരുകനും ശാസ്താവും കന്നിരാശിയിൽ നാഗരാജാവും നാഗയക്ഷിയും വാണരുളി ഭക്തജനങ്ങളെ അനുഗ്രഹിക്കുന്നു. ശ്രീകോവിലിന് ചുറ്റുമുള്ള കണ്ണൻ്റെ ചിത്രങ്ങൾ കുഞ്ഞോൾക്കും പീക്കാച്ചുവിനും വളരെയധികം ഇഷ്ടപ്പെട്ടു. അത്രയ്ക്കും മനോഹരമായിട്ടാണ് കണ്ണൻ്റെ ചിത്രങ്ങൾ ഇവിടെ വരച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രത്തെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടുത്തെ മേൽശാന്തി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പേര് ഗോവിന്ദൻ, എടമനയില്ല, കാഞ്ഞങ്ങാടൻ സ്വദേശം. ഇവിടെ മേൽശാന്തിയായിട്ട് 6 വർഷത്തോടെ. ഹരേ കൃഷ്ണ. ആമ്പല്ലൂർ ശ്രീകൃഷ്ണ മഹാദേവ ക്ഷേത്രമാണ് അറിയപ്പെടുന്നത്. ആമ്പല്ലൂർ അപ്പൻ എന്ന പേരിലാണ് ഈ ദേശത്തിൻ്റെ അധിപനാണ് ഭഗവാൻ. ഇത് മുമ്പ് കൊടുങ്ങല്ലൂർ കോവിലം വഴിയാണ് അമ്പലം എന്ന് അറിയപ്പെടുന്നത്. ഒരു 2000 വർഷത്തെ പഴക്കമുണ്ടെന്നാണ് ചരിത്രം പറയുന്നത്. കറക്റ്റായിട്ട് നമുക്ക് അത്ര കണ്ട് പ്രശ്നമില്ല. പ്രശ്നക്കാരും പറഞ്ഞത് എങ്ങനെയാണ് ഇതൊരു രാജകുടുംബത്തിൻ്റെ അമ്പലമാണെന്നില്ലാണ്. പിന്നീടത് രാജകുടുംബം നശിക്കുന്ന സമയത്ത് അത് പടിഞ്ഞാറെ മനക്ക് വിട്ടുകൊടുത്തു. തന്ത്രിയാണ് പിന്നീട് ഇതിൻ്റെ
തന്ത്രിക്ക് നടത്താൻ പറ്റാത്തതുകൊണ്ട് പിന്നെ പിന്നെ നാട്ടുകാർക്ക് വിട്ടുകൊടുക്കും. മാസം ഉത്സവം ഉണ്ടെന്ന് പറയാം. കാരണം ഷഷ്ടിയുണ്ട് പ്രധാനമായിട്ട്. പിന്നെ ഷഷ്ടി ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. അങ്ങനെ ശാസ്താവിന് ദേശവിളക്കുണ്ട്, ശിവന് പിന്നെ ശിവരാത്രി മഹോത്സവമുണ്ട്, അങ്ങനെ അഷ്ടമിരോഹിണി, അങ്ങനെ വിശേഷാൽ കുറേ ഉത്സവങ്ങളും കാര്യങ്ങളുള്ള അമ്പലമാണ്. ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്ത് പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് ശിവനുള്ളത്. തുല്യ പ്രാധാന്യമാണ് ശിവനും കൃഷ്ണനും. ഉപദേവന്മാരായിട്ട് ഗണപതിയുണ്ട്. നാലമ്പലത്തിൻ്റെ അകത്താണ് ഗണപതി. പുറത്ത് പിന്നെ ഈശാനകോണിലായിട്ട് മുരുകനും ഭഗവാൻ തെക്ക് ഭാഗത്തായിട്ട് ശാസ്താവും അങ്ങനെ ഉപദേവന്മാരുണ്ട്. തുല്യ പ്രാധാന്യമായതുകൊണ്ട് ശിവനും വിഷ്ണുവിനും പുറത്തേക്ക് നിന്നളിക്കും. പിന്നെ ശ്രീ പുതുവലി കാര്യങ്ങളും ശുദ്ധിയാദി കാര്യങ്ങളും ശ്രീ പുതുവലി കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ദേവന പുറത്തേക്ക് നിന്നളിച്ച് ഒരു ദിവസത്തെ ഉത്സവം രണ്ടാനനെ ഉണ്ടാവും. കാര്യമായിട്ട് ഭഗവാന്റെ ഉത്സവം എന്ന് പറഞ്ഞാൽ പ്രതിഷ്ഠാ ഷഷ്ടിക്ക് മുരുകനെയാണ് പ്രാധാന്യം. കൃഷ്ണന് പ്രധാന ഒരുപാട് പാൽപ്പായസം, പായസം, തുളസിമാരി, പിന്നെ വണ്ണ നിവേദ്യം, കദളിപ്പഴം, ഇതാണ് ഭഗവാന് പ്രധാനമായിട്ടുള്ളത്. പിന്നെ തിരുവോണം നാളിലെല്ലാം എല്ലാ തിരുവോണം നാളിലും തന്ത്രപൂജ ഉണ്ട്. അതിന് പുറമെ അന്നദാനം നടത്തുന്നുണ്ട്. പിന്നെ തിരുവോണം കാലയിച്ചൂട്ട് അങ്ങനെ ഒരു പരിപാടിയുണ്ട്. ചുറ്റമ്പലത്തിനകത്ത് ഗണപതി ഭഗവാന്റെയും പുറത്ത് ശാസ്താവിൻ്റെയും നാഗങ്ങളുടെയും മുരുകന്റെയും മഹാദേവന്റെയും പ്രതിഷ്ഠകളാണുള്ളത്. മേടമാസത്തിലെ അത്തം നാളിലെ പ്രതിഷ്ഠാദിനവും ധനുമാസത്തിലെ ഷഷ്ടി മഹോത്സവവും വളരെ ഗംഭീരമായി തന്നെ ആഘോഷിച്ചു വരുന്നുണ്ട്. ക്ഷേത്ര കമ്മിറ്റിക്കും ഭക്തജനങ്ങൾക്കും നന്ദി പറയുന്നതോടൊപ്പം ക്ഷേത്ര ദർശനവുമായി വരുന്ന നമ്മുടെ ഈ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ക്ഷേത്ര ദർശനങ്ങളിലൂടെ വായോ തമ്പാച്ചനെ കണ്ടാലോ.